നമസ്കാരം. 2025 മൂലം നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും. കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച ഒരു കാര്യം ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. മൂലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് തടസ്സങ്ങൾ തന്നെയായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് തീരും എന്ന ഒരു വലിയ ആശങ്ക ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉണ്ട് എപ്പോഴും. മൂലം നക്ഷത്ര ജാതകരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയുകയാണ് എങ്കിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അറിയാൻ കഴിയുക. മൂലം നക്ഷത്രം ധനുരാശിയായതുകൊണ്ട് രാശാധിപൻ ഗുരുവാണ്. ഇവരിൽ അധികവും സൗമ്യ പ്രകൃതക്കാരും ലോലഹൃദയരും ഉദാരമതികളുമായിരിക്കും. എല്ലാവരോടും സൗഹൃദത്തോടുകൂടി പെരുമാറുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. സാമ്പത്തികമായി നല്ല നിലവാരം പുലർത്തുന്നവരായിരിക്കും ഇവരിൽ അധികവും. അമിതമായി സന്തോഷം പ്രകടമാക്കുന്നവരാണ്. എന്തെങ്കിലും പരാജയമുണ്ടായാൽ ഇക്കൂട്ടർ തളരാറില്ല. മൂലനക്ഷത്ര ജാതകർക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ഇക്കൂട്ടർ എവിടെയും തളരില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കഴിവ്, അപാരമായ ഒരു കഴിവ് ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് മൂലം നക്ഷത്ര ജാതകർ. ആരോഗ്യപരമായി ഭാഗ്യമുള്ളവരാണ് കൂടുതലും മൂലം നക്ഷത്ര ജാതകർ. ഭാഗ്യശാലികളാണ്. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്താൻ പോകുന്നത്. ധനുരാശിയായതുകൊണ്ട് ഏത് ദുർഘട പരിതസ്ഥിതിയെയും അനായാസം തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. വീഴ്ചയിൽ നിന്നും അതിശക്തിയോടെ ഉയർന്നു വരാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. എന്ത് പ്രശ്നമുണ്ടായാലും സുഖമായി ജീവിക്കണമെന്ന ചിന്താഗതിക്കാരാണ് മൂലം നക്ഷത്ര ജാതകരിൽ അധികവും. പിതൃഗുണവും സഹോദര ഗുണവും കുറവായിരിക്കും. സന്തോഷപ്രദവും സുഖകരവുമായ വൈവാഹിക ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുക. സൽസ്വഭാവികളും പതിഭക്തിയുള്ളതുമായ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായിരിക്കും. ക്രയവിക്രയങ്ങളിൽ കൃത്യത ഉള്ളവരായിരിക്കും. നയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഈ നക്ഷത്ര ജാതകർക്ക് ഉള്ളവരാണ്. എന്നാൽ 2025 ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ഇനി ഇവരുടെ ജീവിതം തന്നെ പാടെ മാറും. ഇവർക്കൊരു സർക്കാർ ജോലി ആവശ്യമാണ്. അങ്ങനെ ഒരു സർക്കാർ ജോലിക്ക് ശ്രമം നടത്തിയാൽ ഈ നക്ഷത്ര ജാതകർക്ക് അത് ലഭ്യമാകും ഉറപ്പായും. ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിഷ്പ്രയാസം നേടിയെടുക്കാനുള്ള ഒരു അപാരമായ കഴിവ് ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും. ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും. ഇവർ പതിവായി ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തുക വഴി ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഇവർക്കുണ്ടാകും. ഇനി വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഇവർക്ക് വിവാഹത്തിനുള്ള സമയമായിരിക്കും ഇനി. മനോദുഃഖം മാറി സുഖം വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക്. കഴിവതും എതിർപ്പുകൾക്കെതിരെ പോരാടാതിരിക്കുക. കഴിവതും ഇണങ്ങി പോകുക. വലിയ നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. പല തീരുമാനങ്ങളും മാറ്റിവെക്കേണ്ടി വരുമെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഇനി സംഭവിക്കാൻ പോവുകയാണ്. ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ ധനാഗമനങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഗ്രഹസ്ഥിതിയിൽ രവി, ചന്ദ്രൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അബലന്മാർ ആയിരുന്നതിനാൽ അർശസ്, വാതരോഗം, ഉദരരോഗം, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായി കണ്ടുവരുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വലിയ താല്പര്യമുള്ളവരായിരിക്കും. യാത്ര ചെയ്യാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സുഗന്ധദ്രവ്യങ്ങളോട് അതിയായ താല്പര്യമുള്ളവരുമായിരിക്കും. മൂലം നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. കൂടാതെ മറ്റു ചില പ്രത്യേകതകൾ കൂടി കണ്ടുവരുന്നു. സുഖവും സന്തോഷവും സമ്പത്തും നിറഞ്ഞ ജീവിതമായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് മിക്ക ആൾക്കാർക്കും കിട്ടുക. എല്ലാ മണ്ഡലങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നു. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം,
അതുപോലെ കായിക പ്രവർത്തനമാണെങ്കിൽ അവിടെ, ബിസിനസ്സാണെങ്കിൽ അവിടെ, കുടുംബിനിയായിട്ടാണെങ്കിൽ അവിടെ, എല്ലാ രീതിയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ക്ഷിപ്രകോപികളും തുഷാഠ്യക്കാരുമായിരിക്കും ഇവരിൽ അധികവും. ശാഠ്യം കൂടുതലാണ്. മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗത്തിന് ഗണ്ഡാന്തം എന്ന ദോഷമുണ്ട്. മൂലത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, രണ്ടാമത്തെ പാദത്തിൽ ജനിച്ചാൽ മാതാവിനും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ കുടുംബ അരിഷ്ടതയും, നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നത് ദോഷം ചെയ്യുകയില്ല എന്നതുമാണ് അഭിപ്രായം. മൂലം നക്ഷത്രത്തെ 15ആയി ഭാഗിച്ചാൽ അതിൽ ഓരോ ഭാഗത്തും ജനിക്കുന്നത് യഥാക്രമം പിതാവ്, പിതൃ സഹോദരി, മാതുലൻ, പിതൃ സഹോദര ഭാര്യ, കുടുംബാംഗങ്ങൾ മുഴുവൻ, ഭൃത്യന്മാർ, താൻ, സഹോദരന്മാർ, സഹോദരികൾ, മാതാവിൻ്റെ പിതാവ് എന്നിവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതായി അഭിപ്രായമുണ്ട്. ഞായറാഴ്ചയും മൂലം നക്ഷത്രവും കൂടിയ ദിവസം ജനിക്കുന്നത് പിതാവിന് അത്യന്തം ദോഷകരമാണ് എന്നാണ് വയ്പ്. വിവാഹത്തിന് മൂലം നക്ഷത്രം നല്ലതാണ്. ദശാകാലം കേതുവിൽ തുടങ്ങി ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം എന്നീ ക്രമത്തിൽ ദശാകാലം കടന്നു പോകുന്നു. എന്നാൽ 2025 ജനുവരി 15 ശേഷം മൂലം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും. അതിവർക്ക് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കാണ് എങ്കിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാനും അവിടെ നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരും. അതുപോലെ സിനിമ, സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങളും വന്നു ചേരും. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. കർമ്മരംഗത്ത് ശത്രുതയും തൊഴിൽ നഷ്ടവും സംഭവിക്കാനുള്ള ഇടയും ഈ ഒരു സമയത്തുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങാൻ പോവുകയാണ്. ആശ്വസിക്കാൻ കഴിയുന്ന പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ശംഭു മഹാദേവ, അതല്ലെങ്കിൽ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതുപോലെ തന്നെ ഇവരൊരു ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പൻ ഭക്തനാണ് എങ്കിൽ നാരായണ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും ഇവരുടെ എല്ലാ കടങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഒരുപാട് നേട്ടവും ഭാഗ്യവും ധനവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെതാണ്, ഒരുപാട് നേട്ടത്തിൻ്റെതാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.